കൊല്ലം കൊട്ടിയത്ത് പ്രതി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു. മോഷണ കേസ് പ്രതി ഗോകുലാണ് കൈവിലങ്ങ് പിടിച്ചു വാങ്ങി ഉദ്യോഗസ്ഥന്മാരെ തലയടിച്ചു പൊട്ടിച്ചത്. രണ്ട് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഒരു പോലീസുകാരനും എസ് ഐക്കും പരിക്കേറ്റു എന്നാണ് വിവരം. അരുൺ രാജ് കൊല്ലത്ത് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് ഈ മൈലാപ്പൂർ സ്വദേശി സെയ്തലിയുടെ 1.5 പവന്റെ മാലയും ഫോണും നഷ്ടപ്പെടുന്നത്. തുടർന്ന് സെയ്തലി കൊട്ടിയം പോലീസിൽ ഒരു പരാതി നൽകി. ഗോകുൽ എന്ന് പറയുന്ന യുവാവിന് സംശയമുണ്ടെന്നായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫോൺ ടവർ അടക്കം ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് കൊട്ടിയം പോലീസാണ് കൊട്ടിയം SHOയുടെ നിർദ്ദേശാനുസരണം ഈ ഗോകുലിന്റെ വീട്ടിലെത്തിയത്. ഈ ഗോകുൽ താമസിച്ച സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നതിനിടയിലാണ് ഈ SIയുടെയും പോലീസുകാരന്റെയും കയ്യിലുണ്ടായിരുന്ന കൈവിലങ്ങ് വാങ്ങി SIയുടെ തല അടിച്ച് ഈ ഗോകുൽ പൊട്ടിക്കുന്നത്. തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരന്റെ നേരെയും ഗോകുലിന്റെ പരാക്രമം തുടർന്നു. ഒടുവിൽ ഗോകുലിനെ ബലം പ്രയോഗിച്ചാണ് പോലീസ് കീഴടക്കിയത്. ഈ ഗോകുലിന്റെ അക്രമത്തിൽ ഗുരുതരമായ രീതിയിൽ SIക്കും അതുപോലെ തന്നെ പോലീസിനും പോലീസ് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനും പരിക്കേറ്റു. ഇരുവരും കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗോകുൽ മയക്കുമരുന്നിന് അടിമയാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോകുലിനെ കുണ്ട്ര പോലീസ് ഇപ്പോൾ വധശ്രമത്തിനടക്കം വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഗോകുലാണ് വീട്ടിൽ നിന്ന് ഈ പണവും അതുപോലെ തന്നെ ഈ മാലയും ഫോണും അടക്കം മോഷ്ടിച്ചതെന്നായിരുന്നു ഈ സെയ്തലിയുടെ പരാതി. അത് തെളിഞ്ഞതിനെ തുടർന്നാണ് ഗോകുലിനെ പിടിക്കാൻ പോലീസ് എത്തിയത്. അതിനിടയിലാണ് പോലീസിന് നേരെ ഗോകുലിന്റെ അക്രമം ഉണ്ടായത്. ഓക്കെ, താങ്ക് യു. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. പോലീസുകാർക്ക് പോലും രക്ഷയില്ലാത്ത കാലം കടുവയെ കിടുവ പിടിച്ചു എന്ന് പറഞ്ഞു.